ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇൻ്റഗ്രലിൽ കാണുന്ന പ്രോബ്ലംസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് വേർ സി ഈസ് ദി റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2 ഫ്രം സെഡ് ഈക്വൽ ടു -2i ടു സെഡ് ഈസ് ഈക്വൽ ടു 2i. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻ്റഗ്രേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യമാണ് ഏത്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ എഫ് ഓഫ് സെഡും ആണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരുന്നത്. ഇവിടെ നോക്കി നോക്കുക, സി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ബാർ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് കുറച്ചും കൂടി നമുക്കിതിൽ എളുപ്പം. ഓക്കെ, ഇത് പാർട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് പറയുന്നത് തീറ്റ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് അതായത് ദി പാർട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ അതാണ് നമ്മൾ സി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദി പാർട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ സി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഇവിടെ നോക്കി നോക്കാം, സി ഈസ് ദി റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു ആർ, ഇങ്ങനെ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു സർക്കിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത് വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് ആറാണ് വരുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സെഡിന് എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റേഷൻ, ആർ ഇ റേസ് ടു ഐ ടി ടി ആണ് വരുന്നത്. ഇവിടെ ആറിന് പകരം എന്താണ് 2 ആണ്. ഇവിടെ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു ആർ ആണല്ലോ, ആറിന് പകരം എന്താണ് 2 ആണ് വരുന്നത്. അപ്പോൾ സെഡിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരിക, ആർ ഇ റേസ് ടു ഐ തീറ്റ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം സെഡ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇ റേസ് ടു ഐ തീറ്റ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ ആംഗിൾ ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ, -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2 ഫ്രം സെഡ് ഈക്വൽ ടു -2i ടു സെഡ് ഇസ് ഈക്വൽ ടു 2i ആണ് വരുന്നത്. ഓക്കെ, അപ്പം സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് 2 ഇ റേസ് ടു ഐ തീറ്റ ആണെന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് സെഡ് ബാർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, സെഡ് ഓഫ് തീറ്റ ബാർ വരും. അതായത് ഇവിടെ 2 ഇ റേസ് ടു ഐ തീറ്റ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താ വരിക, 2 ഇ റേസ് ടു ഐ തീറ്റ ആണ് വരുന്നത്. അപ്പം ഇനി അതായത് ഇവിടെ ഇപ്പോൾ സെഡ് ഓഫ് തീറ്റ നമ്മൾ എഴുതിയിട്ടുണ്ട്. അന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതി വെക്കുക, സെഡ് ഓഫ് തീറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെഡ് ഡാഷ് ഓഫ് തീറ്റ കണ്ടുപിടിക്കുക. സെഡ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി തീറ്റ ഓഫ് 2 ഇ റേസ് ടു ഐ തീറ്റ ആണ് വരുന്നത്. ഓക്കെ, ഡി തീറ്റ ഓഫ് 2 റേസ് ടു ഐ തീറ്റ. അപ്പോൾ 2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താണ് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഓഫ് ഐ തീറ്റ വരും. ഡി തീറ്റ ഓഫ് ഐ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ വരിക, ഐ ആണ് വരിക. അതായത് 2i ഇ റേസ് ടു ഐ തീറ്റയാണ് നമ്മൾ സെഡ് ഡാഷ് ഓഫ് തീറ്റ വരുന്നത്. ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ. ഇവിടെ എന്താ മാറ്റം വരുന്നത്, എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ, ഇവിടെ തീറ്റയാണ് നമ്മൾ പാരാമീറ്റർ വരുന്നത് ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് തീറ്റ ഡി തീറ്റ. ഓക്കെ, നമ്മളിതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 ടു π/2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇൻ്റഗ്രൽ -π/2 ടു π/2 എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് 2 ഇ റേസ് ടു ഐ തീറ്റ ആണ് ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് തീറ്റ കിട്ടിയിരിക്കുന്നത് 2 ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π/2 ടു π/2. നമ്മളിത് എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ 2 ഇൻറ്റു 2 ഉണ്ട് 4i എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം 4iനെ ഞാൻ പുറത്തേക്ക് എടുത്തു. 4i ഇൻറ്റു ഇവിടെ എന്താണ് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഇ റേസ് ടു 0 അതായത് 1 ആണ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 4i ഇൻറ്റു ഇൻ്റഗ്രൽ -π/2 ടു π/2 1 ഡി തീറ്റ. ഓക്കെ, 1 ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ആണ് വരുന്നത്. അപ്പോൾ 4i ഇൻറ്റു ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തീറ്റ വരും. തീറ്റ എവിടുന്ന് എവിടം വരെയാണ്, -π/2 ടു π/2. അതായത് അപ്പർ ലിമിറ്റ് π/2 കൊടുക്കുക, ലോവർ ലിമിറ്റ് -π/2 കൊടുക്കുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 4i ഇൻറ്റു π/2 -π/2. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 4i ഇൻറ്റു π/2 പ്ലസ് π/2 എന്ന് പറയുന്നത് എന്ത് വരും, പൈ വരും. ദാറ്റ് ഈസ് 4πi ആണ് ഇത് വരുന്നത്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
show that integral over c z minus z naught whole raised to m dz is equal to 2 pi I if m is equal to -1, 0 if m not equal to -1, where m is an integer, and c is a circle with the center z naught and radius r in the counterclockwise sense. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എഫ് ഓഫ് സെഡും നമ്മൾ ഈ കോണ്ടൂറുമാണ് വേണ്ടത്. സി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് വേണ്ടത്. അപ്പോൾ സി ഇവിടെ എന്താണ് തന്നിട്ടുണ്ട്, സർക്കിൾ വിത്ത് സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സർക്കിൾ വിത്ത് സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ. അപ്പോൾ എന്താണ്, സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ ആണ് ഏത് വരുന്നത്, നമ്മൾ സി എന്ന് പറഞ്ഞിട്ടുള്ള സി അതായത് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുക. അതായത് സെഡ് ഓഫ് തീറ്റ, സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക, സെഡ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റയാണ് സെഡ് ഓഫ് തീറ്റ വരുന്നത്. ഓക്കെ, എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്താ വരിക, എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ. കാരണം ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം ആണ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം. നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റയാണ് വേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, സെഡിന് പകരം സെഡ് ഓഫ് തീറ്റ കൊടുക്കുക, സെഡ് ഓഫ് തീറ്റ മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം വരും. ഇനി ഇവിടെ സെഡ് ഓഫ് തീറ്റേൻ്റെ വാല്യൂ കൊടുക്കുക. സെഡ് ഓഫ് തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റയാണ്. ഓക്കെ, അപ്പം സെഡ് ഓഫ് തീറ്റേൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെഡ് നോട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എം ആണ് വരുന്നത്. ആർ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എം, ദാറ്റ് ഈസ് ആർ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു ഐ എം തീറ്റയാണ് വരുന്നത്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റയാണ്. ഓക്കെ, എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റയാണ് നമുക്ക് ഇവിടെ ആർ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു ഐ എം തീറ്റ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, സെഡ് ഡാഷ് ഓഫ് തീറ്റ. സെഡ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഡി ബൈ ഡി തീറ്റ ഓഫ് സെഡ് ഓഫ് തീറ്റ, അതായത് സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റയാണ് വരുന്നത്. അപ്പോൾ സെഡ് നോട്ടിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 0 പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ആണ് വരുന്നത്. അതായത് ഐ ഇൻറ്റു ആർ ഇ റേസ് ടു ഐ തീറ്റയാണ് നമ്മൾ സെഡ് ഡാഷ് ഓഫ് തീറ്റ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് therefore integral over c counterclockwise, integral over c f of z dz is equal to integral, നമുക്ക് അതേപോലെ പറഞ്ഞിരിക്കുന്നത് where m is an integer and c is a circle with center z0 and radius r in the counterclockwise sense. എന്താണ്, സർക്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഏത് മുതൽ ഏത് വരെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ 0 to 2π വരെയാണ് നമ്മൾ എഴുതുക. എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ ഇൻറ്റു ആർ ഡാഷ് ഓഫ് തീറ്റ ഡി തീറ്റ വരും. ഓക്കെ, ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ആർ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു ഐ എം തീറ്റയാണ്. അത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇനി ആർ ഡാഷ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐ ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഏതെല്ലാം വരും, ഐ ഇൻറ്റു ആർ റേസ് ടു എം പ്ലസ് 1 വരും. ഓക്കെ, ഐ ഇൻറ്റു ആർ റേസ് ടു എം പ്ലസ് 1 അതിനെ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to 2π ഇവിടെ എങ്ങനെ വരും, ഇ റേസ് ടു ഐ എം തീറ്റ ഇ റേസ് ടു ഐ തീറ്റയാണ് വരുന്നത്. അപ്പോൾ ഇ റേസ് ടു ഐ എം തീറ്റ പ്ലസ് ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഈ ഒരു ഫോമുലാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇൻറ്റു ആർ റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു ഇവിടെ എന്താണ് ഇ റേസ് ടു ഐ എം തീറ്റ പ്ലസ് ഐ തീറ്റ, അതായത് ഇ റേസ് ടു തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇ റേസ് ടു തീറ്റ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു ഐ എം തീറ്റ പ്ലസ്, അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു തീറ്റനെ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു ഐ എം പ്ലസ് ഇവിടെ തന്നെ നമുക്ക് ഒന്ന് മാറ്റി വരുത്തി കൊടുക്കാം. അതായത് ഇങ്ങനെ എഴുതും, is equal to I into r raised to m plus 1 into integral 0 to 2π e raised to theta into im plus I d theta. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും e raised to im plus I divided by into theta divided by ഏത് ടേമും കൂടി വരും, im plus I എന്നുള്ള ടേമും കൂടി നമുക്ക് വരും. ഓക്കെ, അതായത് ഇങ്ങനെയാണ് വരുന്നത്, ഇ റേസ് ടു തീറ്റ ഇൻറ്റു ഐ എം പ്ലസ് ഐ
ഡി തീറ്റയാണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ടേം വരുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിൽ ഐ കോമൺ ആണ്. ഐ ഇവിടെ ഉണ്ട്, ഇവിടെയും ഐ രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് എങ്ങനെയാണ് വരിക? r⁻m+1 ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇവിടെ im+i, അത് ഐ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ എന്താ വരിക? m+1 വരും. ബാക്കിയുള്ളത് എന്താണ്? e⁻im+i ഇൻറ്റു തീറ്റ ഫ്രം ഏത് മുതൽ ഏത് വരെയാണ്? 0 to 2π വരെയാണ്. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതായത് r⁻m+1 ഡിവൈഡഡ് ബൈ m+1 ഇൻറ്റു e⁻im+i ഇൻറ്റു 2π മൈനസ് e⁻0. ഓക്കെ, അപ്പോൾ e⁻im+i ഇൻറ്റു 2π മൈനസ് e⁻0 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 അല്ലാത്ത കേസിൽ, ഓക്കെ, ആദ്യത്തെ m = -1 കൊടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ വെൻ m = -1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്റഗ്രൽ ഓവർ z f(z) dz is equal to r⁻m+1 ഡിവൈഡഡ് ബൈ m+1 ഇൻറ്റു e⁻i ഇൻറ്റു -1, അതായത് -i+i dt e⁻i+i ആണ് വരിക. അതായത് e⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -1 കൊടുക്കുന്ന സമയത്ത് എമ്മിൻ്റെ വാല്യൂ -1 കൊടുത്ത് നമുക്ക് പിന്നെ ചെയ്യാമെന്നല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എമ്മിന് -1 കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ≠ -1 ആവുന്ന സമയത്ത് എമ്മിൻ്റെ വാല്യൂ -1 അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എമ്മിൻ്റെ വാല്യൂ -1 അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ -1 അല്ല എങ്കിൽ നമ്മൾ ഈ ടേം എന്താണ് വരിക? 1 ആണ് വരിക. e⁻i ഇൻറ്റു m+1 ഇൻറ്റു 2π എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടേം എന്താണ് വരിക? 1 ആണ് വരിക. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് 0 ആണ് വരിക. ഓക്കെ, m ≠ 1 പറയുന്നത്. ഇഫ് m ≠ -1 e⁻i ഇൻറ്റു m+1 ഇൻറ്റു 2π എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 1 - 1 എന്ന് പറയുന്നത് 0 വരും. അതായത് ഇന്റഗ്രൽ ഓവർ c f(z) dz എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വരിക? 0 ആണ് വരുന്നത്. ഇനി m -1, ഇനി m -1 ആവുന്ന കേസിൽ നമുക്ക് ഇന്റഗ്രൽ ഓവർ c f(z) dz എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ആദ്യത്തെ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ 0 to 2π നമ്മൾ ഈ ഒരു സ്റ്റെപ്പാണ്. അതായത് i ഇൻറ്റു r⁻m+1 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π e⁻i ഇൻറ്റു m+1 ഇൻറ്റു തീറ്റ d തീറ്റ, ഈ ഒരു ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എമ്മിന് -1 കൊടുക്കുക. എമ്മിന് -1 കൊടുക്കുമ്പോൾ എന്താ വരിക? i ഇൻറ്റു r⁻−1+1 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π e⁻i ഇൻറ്റു -1+1 തീറ്റ d തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? r⁻−1+1 എന്ന് പറയുന്നത് 0, r⁻0 എന്ന് പറയുന്നത് 1 വരും. അതേപോലെ തന്നെ e⁻0 എന്താണ്? 1 ആണ് വരുന്നത്. അപ്പോൾ പുറത്ത് ആരേ ഉണ്ടാവുള്ളൂ? i ആണ് ഉള്ളത്. i ഇൻറ്റു ഇന്റഗ്രൽ 1 d തീറ്റ ആണ് വരുന്നത് ഫ്രം 0 to 2π. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ i ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π d തീറ്റ, അതായത് i ഇൻറ്റു തീറ്റ ഫ്രം 0 to 2π വരും. അപ്പോൾ i ഇൻറ്റു എന്താ വരിക? 2π മൈനസ് 0. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2πi ആണ് നമുക്ക് വരുന്നത്. 2πi ആണ് വരുന്നത്. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ c z-z0 ഹോൾ റൈസ് ടു m dz എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ആദ്യത്തേത് 2πi ആണ് ഇഫ് m ഈക്വൽ ടു -1, അതാണ് ഇപ്പോൾ എഴുതിയത്. അതേപോലെ തന്നെ 0 ഇഫ് m നോട്ട് ഈക്വൽ ടു -1. എമ്മിൻ്റെ വാല്യൂ -1 അല്ലാത്ത കേസുകളിൽ 0, m ഈക്വൽ ടു -1 ആവുന്ന സമയത്ത് 2πi ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, സെയിം പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ലെറ്റ് സി ബി ദി ആർക്ക് ഓഫ് ദി സർക്കിൾ
mod z equal to 2 from z equal to 2, z equal to 2i that lies in the first quadrant. Without evaluating integral, show that modulus of integral over c dz divided by z square minus 1 less than or equal to pi by 3. അതായത് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻ്റഗ്രലിന് ഇവാലുവേറ്റ് ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ dz ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 3 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് എന്താണ്, അതേപോലെ സി എന്താണ്, അതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഹിയർ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ഈ സെറ്റ് ഞാൻ നടുവിൽ സെഡാണ് മനസ്സിലാകാൻ വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, 1 z² മൈനസ് 1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സി എന്ന് പറയുന്നത് എന്താണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 2. മോഡ് z ഈക്വൽ ടു 2 അല്ല വരുന്നത്, അപ്പോൾ സെൻറ്റർ ഒറിജിനും റേഡിയസ് 2 ഫ്രം ഏത് മുതൽ ഏത് വരെയാണ്, z ഈക്വൽ ടു 2 to z ഈക്വൽ ടു 2i ആണ് വരുന്നത്. ഓക്കെ, അതായത് സി എന്ന് പറയുന്നത് മോഡ് z ഈക്വൽ ടു 2, z ഈക്വൽ ടു 2 to z ഈക്വൽ ടു 2i. അപ്പോൾ അത് രണ്ടും നമ്മൾ ആലോചിച്ച് വെക്കുക. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ z ഈക്വൽ ടു 2 അല്ലേ, z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2 0 എന്ന് എഴുതാം. അതേപോലെ തന്നെ z ഈക്വൽ ടു 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0 2 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അതായത് ഇങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരുന്നതെങ്കിൽ, അതായത് ഇതാണ് നമ്മൾ ഏത് വരുന്നത്, സി വരുന്നത്. ഈ ഒരു ആർക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ ഒരു ആർക്കാണ് ഏത് വരുന്നത്, നമ്മൾ സി വരുന്നത്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ചെയ്ത് z ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു r e raised to i theta ആണല്ലോ, r e raised to i theta, ആറിന് പകരം എന്ത് കൊടുക്കുക, 2 കൊടുക്കുക, 2 e raised to i theta. ആംഗിൾ ഏത് മുതൽ ഏത് വരെ വരിക, 0 മുതൽ പൈ ബൈ 2 വരെ വരിക, അതായത് 0 ഈ ആംഗിൾ മുതൽ ഈ ആംഗിൾ വരെ അല്ലേ വേണ്ടു. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ z ഓഫ് തീറ്റ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പഠിച്ച ഇനീക്വാലിറ്റികൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ML ഇനീക്വാലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത് ഓഫ് സി എടുക്കുക. ലെങ്ത് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് സി ആണ് നമ്മൾ L വരിക. L എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 2πr ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം ആയതുകൊണ്ട് തന്നെ എത്ര ഡിവൈഡഡ് ബൈ 4 നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് 1/4 ഇൻറ്റു 2πr ആണ് വരുന്നത്. അതായത് πr ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു അതായത് 1/4 ഇൻറ്റു 2π ഇൻറ്റു റേഡിയസ് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്, 2 ആണ്. ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 2 കൊടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തു, 2 into 4 4/4 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്, പൈ ആണ് വരുന്നത്. അതായത് ലെങ്ത് ഓഫ് സി എന്ന് പറയുന്നത് പൈ ആണ്. അതായത് L എന്ന് പറയുന്നത് എന്താണ്, പൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് എന്താണ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ z² മൈനസ് 1 ആണ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അതായത് 1 ഡിവൈഡഡ് ബൈ z² എന്ന് പറയുന്നത് എന്ത് വരും, 2 e raised to i theta ഹോൾ സ്ക്വയർ മൈനസ് 1 വരും. is equal to 1 divided by 4 e raised to i into 2 theta minus 1. ഇതാണ് ഇത് വരുന്നത്, എഫ് ഓഫ് സെഡ് വരുന്നത് 1/4 e raised to i 2 theta minus 1. അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രലാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ ഏതെങ്കിലും ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ പഠിച്ചത് ML ഇൻഇക്വാലിറ്റി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, മോഡ് 4 e raised to i theta i 2 theta minus 1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം മോഡുലസ് ഓഫ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നതാണ്. 4 e raised to i 2 theta മൈനസ് മോഡ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ് വരുന്നത്. ഇത് ഈസ് ഈക്വൽ ടു ഈ മോഡ് 4 e raised to i 2 theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 ആണ് വരിക. കാരണം e raised to i 2 theta എന്താണ്, 1 ആണ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും, 4 വരും. അപ്പോൾ മോഡ് 4 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് വരുന്നത്. നമുക്കിവിടെ എന്താ വേണ്ടത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ഹെൻസ് ഓൺ സി മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ മോഡ് 4 e raised to i 2 theta മൈനസ് 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പം
നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ എഴുതാം, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1/4 ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അതായത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3. അപ്പോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടി, 1/3 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇൻഇക്വാലിറ്റി പ്രകാരം നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. ദെൻ ബൈ എം എൽ ഇൻഇക്വാലിറ്റി പ്രകാരം then by ml inequality modulus of integral over c dz divided by z square minus 1 എന്ന് പറയുന്നത് less than or equal to ml ആണ്. is equal to എങ്ങനെ എഴുതാൻ പറ്റും, m എന്ന് പറയുന്നത് 1/3 ആണ്. l എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, പൈ ആണ് കിട്ടിയത്. അതായത് π/3 വരും. ഇതെല്ലാം നമ്മൾ ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ സി dz ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് less than or equal to π/3 എന്നാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനാണ് സിംപ്ലി ആൻഡ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ ഒരു ഡൊമൈൻ ഡി ഈസ് സെറ്റ് ടു ബി സിംപ്ലി കണക്റ്റഡ്. ഒരു ഡൊമൈന് സിംപ്ലി കണക്റ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് എവറി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ലൈൻ എൻറ്റയർലി ഇൻ ഡി ക്യാൻ ബി ഷ്രങ്ക് ടു എ പോയിന്റ് വിത്തൗട്ട് ലീവിങ് ഡി. അതായത് ഏതെങ്കിലും ഒരു ഡൊമൈൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം, അത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ ചുരുക്കി നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വിതൗട്ട് ലീവിങ് ഡീനെ ലീവ് ചെയ്യേണ്ടതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹോളെങ്ങാൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷ്രങ്ക് ചെയ്യാൻ പറ്റില്ല, ചുരുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് പറയാം, ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നത് ഹോളൊന്നും ഇല്ലാത്ത ഒരു ഡൊമൈനാണ് ഇത് വരിക, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ അതർ വേ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഹാസ് നോ ഹോൾസ് ഇൻ ഇറ്റ്. ഇനി അതേപോലെ തന്നെയാണ് ഇത് വരുന്നത് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താ പറയുക, അതിൽ ഒന്ന് കൂടുതൽ ഒരു ഹോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ ഒന്ന് കൂടുതൽ ഹോൾ ഉണ്ടാവും. മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഹാസ് ഹോൾസ് ഇൻ ഇറ്റ്, ഹോൾ ഉണ്ടാവും. ഓക്കെ, ഡബിളി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹോൾ ഉണ്ടാവും. ട്രിപ്പിളി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഹോൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്തില്ല, ഹോളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഷ്രങ്ക് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിങ്ങനെ ചുരുക്കിയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതെന്താണ്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. ഇവിടെ എന്തുണ്ട്, ഒരു ഹോളുണ്ട്. ഇവിടെ ഹോളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. ഒരു ഹോളുള്ളതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയും, ഡബിളി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയും. ഇവിടെ എന്തുണ്ട്, 2 ഹോളുണ്ട്, അതുകൊണ്ട് തന്നെ അതെന്താണ്, ട്രിപ്പിളി കണക്റ്റഡ് ഡൊമൈൻ ആണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഷി-ഗൗസ്സാറ്റ് തിയറം ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് തിയറാണ് ഇത് വരുന്നത്, കോഷി-ഗൗസ്സാറ്റ് തിയറം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തിയറം എന്താണെന്നുള്ളതും അതിൻ്റെ പ്രോബ്ലംസുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യണം. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് വിചാരിക്കാം. എവിടെ, ഇനി സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. അവിടെയാണ് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആലോചിച്ച് നോക്കുക, അതിൽ ഹോളൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്ക് ഷ്രങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനാലിറ്റിക്, എഫ് എന്താണ്, അനാലിറ്റിക് ആണെന്ന് വിചാരിക്കുക. എഫ് ഈസ് അനാലിറ്റിക് ഇനി സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി then for every simple closed contour C in D, ഇതാണ് നമ്മളെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്തായിരിക്കണം, അനാലിറ്റിക് ആയിരിക്കണം. ഓക്കെ, എഫ് അനാലിറ്റിക് ആയിരിക്കണം. നമ്മൾ ഡൊമൈൻ എന്തായിരിക്കണം, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കണം. ഓക്കെ, എഫ് അനാലിറ്റിക് ആയിരിക്കണം. നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കണം, അതായത് ഹോളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ ഫോർ എവറി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ഇൻ ഡി, അതായത് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് കോണ്ടൂർ എടുക്കുക. ഇതാണ് നമ്മളെ സി എന്ന് വിചാരിക്കുക, ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, കോണ്ടൂർ എന്താണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിൽ, അതായത് ഇതാണ് സി എന്നെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും പോയിന്റ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അത് ഇതിലെല്ലാം ഈ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താണ്, അനാലിറ്റിക് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ തിയറം പറയുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇഫ് എഫ് ഈസ് അനാലിറ്റിക് at all points within and on a simple closed contour C, then integral over C f of z dz എന്ത് തന്നെ 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്ലൈ കോഷി-ഗൗസ്സാറ്റ് തിയറം ടു ഷോ ദാറ്റ് ദ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് along C is 0 when the contour C and f of z are given by. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, കോണ്ടൂർ തന്നിട്ടുണ്ട്.
നമുക്ക് കോഷി ഗോസാറ്റ് തിയറം വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രൽ 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ എങ്ങനെയാണ് ഇതുവരെ ചെയ്തത്, സി എന്നുള്ള കോണ്ടൂർ കണ്ടുപിടിച്ചു, ആ കോണ്ടൂറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇതുവരെ ഉള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഷി ഗോസാറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ത് വരും, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 0 ആണ് വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കാം. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ റാഷണൽ ഫംഗ്ഷൻ എപ്പോഴാണ് അനാലിറ്റിക് ആവുക, ഇതിൻ്റെ വാല്യൂ 0 ആവുന്ന പോയിന്റ് ഒഴികെ ബാക്കിയുള്ള, അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എന്തായിരിക്കും, ഈ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വിച്ച് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ്, ഇതെന്താണ്, ഈ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്, വിച്ച് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് ഏത് പോയിന്റിൽ, എക്സെപ്റ്റ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -9. ഓക്കെ, സെഡ് സ്ക്വയറിൻ്റെ വാല്യൂ -9 വരികയാണെങ്കിൽ, അങ്ങനെയാകുമ്പോൾ അല്ലേ ഈ ഒരു ടേം എന്തായി പോവുക, 0 വരെ. അപ്പോൾ സെഡ് സ്ക്വയർ -9 ആവുന്ന പോയിന്റ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ എന്താണ്, അനാലിറ്റിക് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -9 ആണ്. അതായത് സെഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ±3i ആണ് വരുന്നത്, റൂട്ട് -9 ആണ് വരുന്നത്. അപ്പോൾ -9 വരുന്നതുകൊണ്ട് തന്നെ i വരും. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും, സെഡ് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു ±3i ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം. ഇനി പാത്ത് നോക്കുക. ഹിയർ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് ഇത് നമ്മൾ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. ഈസ് ദിസ് സർക്കിൾ മോഡ് z-1 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ മോഡ് z-1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സർക്കിൾ വിത്ത് സെൻറ്റർ 10, സർക്കിൾ വിത്ത് സെൻറ്റർ 10 ആൻഡ് റേഡിയസ് 1 ആണ് വരുന്നത്, ആൻഡ് റേഡിയസ് 1. ഓക്കെ, റേഡിയസ് 1 ആണ്. അതേപോലെ തന്നെ ഇതെന്താണ്, ഇത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് വരുന്നത്. അതായത് നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്താൽ മാത്രമേ കോഷി ഗോസാറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണ്, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് സർക്കിൾ വിത്ത് സെൻറ്റർ 10 ആൻഡ് റേഡിയസ് എന്താണ്, 1 ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ z എന്ന് പറയുന്നത് +3i -3i, അത് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആണോ അല്ലെങ്കിൽ പുറത്തുള്ള പോയിന്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ പുറത്തുള്ള പോയിന്റ് ആണോ ഉള്ളിലുള്ള പോയിന്റ് ആണോ ചെക്ക് ചെയ്യാൻ മോഡുലസ് ഓഫ് 3i - 1 എന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതായത് റൂട്ട് 3² + -1 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അതായത് എന്ത് വരും, റൂട്ട് 9 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 10 ആണ്. ഈ റൂട്ട് 10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് >1 ആണ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്, മോഡ് -3i - 1 എന്ന് പറയുന്നത് √3² + -1 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അതും എന്ത് തന്നെയാണ് വരുന്നത്, റൂട്ട് 10 ആണ്. ഇതും എന്താണ്, >1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദി പോയിന്റ് z = 3i. z = 3i എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലാണ്. നമുക്കിവിടെ സർക്കിളിൻ്റെ റേഡിയസ് എത്രയേ ഉള്ളൂ, 1 വരുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും z = 3i ആൻഡ് z = -3i, അത് രണ്ടും പുറത്താണ് വരുന്നത്. ലൈസ് ഔട്ട്സൈഡ് സി ആണ് പറയുന്നത്, അത് കോണ്ടൂറിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ കോണ്ടൂറിൻ്റെ പുറത്താണ് എഫ് ഓഫ് സെഡ് എന്താണ്, അനാലിറ്റിക്കും ആണ്. അങ്ങനെയാണെങ്കിൽ therefore by Cauchy-Gosat theorem പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ഓവർ സി z² divided by z² plus 9 dz is equal to integral over c f of z dz is equal to എന്താണ് വരുന്നത്, 0 ആണ് വരുന്നത്. ഇപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഇന്റഗ്രൽ ഓവർ സി അല്ലേ. ഓക്കെ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സർക്കിളിൻ്റെ പുറത്താണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കോഷി-ഗോസാറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അത് എന്താണ് വരുന്നത്, 0 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ടാൻ സെഡ് ആണ്. ടാൻ സെഡിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സൈൻ സെഡ് ഡിവൈഡഡ് ബൈ കോസ് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്
അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഏതൊക്കെയാണ് വരിക? cos z വാല്യൂ 0 ആവുന്ന പോയിന്റ്. എഫ് ഓഫ് z ഈസ് അനാലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ്, എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ്, നമുക്ക് ആ പോയിന്റ് നമ്മൾ ഒഴിവാക്കണം. ഏത് പോയിന്റാണ്? എക്സെപ്റ്റ് z is equal to plus or minus pi/2, plus or minus 3π/2 etc. ഓക്കെ, ഇവിടെ pi/2 ഒക്കെ വന്നാൽ എന്താണ്? കോസ് ഓഫ് ഡിനോമിനേറ്ററിൽ നമുക്ക് 0 ആവുന്നതാണ് നമ്മൾ ഒഴിവാക്കിയാലേ അനാലിറ്റിക് ആവുള്ളൂ. അപ്പോൾ cos z എന്ന് പറയുന്നത് 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലസ് ഓർ മൈനസ് pi/2, പ്ലസ് ഓർ മൈനസ് 3π/2 അങ്ങനെ കുറേ വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. ഈ പോയിന്റ്സിലൊക്കെ എന്താണ്? എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ എന്താണ്? ഹിയർ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഈസ് ദി സർക്കിൾ മോഡ് z ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 and radius 1 and is a simple closed contour ആണ് വരുന്നത്. അതെന്താണ്? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ എന്താണ്? പുറമെയാണ് വരുന്നത്, ലൈസ് ഔട്ട്സൈഡ് സി ആണ് വരുന്നത്. therefore f of z is analytic within and on simple closed contour C, and so by Cauchy-Gaussat theorem പ്രകാരം integral over T tan z dz is equal to integral over C f of z dz. ഓക്കെ, f of z dz എന്ന് പറയുന്നത് അപ്പോൾ എന്താ വരിക? 0 ആണ്. കാരണം ഉള്ളിൽ ഈ പോയിന്റ്സ്, അതായത് നമ്മൾ പ്രശ്നക്കാർ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് pi/2, പ്ലസ് ഓർ മൈനസ് 3π/2 ഒക്കെയാണ് വരുന്നത്. അതൊക്കെ എന്താണ്? പുറത്താണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. അപ്പം ഇവിടെ Cauchy-Gaussat theorem അപ്ലൈ ചെയ്യാം. ബൈ Cauchy-Gaussat theorem ഇന്റഗ്രൽ ഓവർ സി ഈ tan z dz എന്ന് പറയുന്നത് എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് z is equal to ഇവിടെ 1 divided by z² ആണ് നമുക്കറിയാം. അപ്പോൾ എഫ് ഓഫ് z എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്, വിച്ച് ഇസ് അനാലിറ്റിക് എക്സെപ്റ്റ്, ഏത് പോയിന്റിലാണ് അത് അനാലിറ്റിക് അല്ലാത്തത്? ഇറ്റ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് z is equal to 0. z 0 ഒഴികെയുള്ള ബാക്കി പോയിന്റ്സിൽ ഫംഗ്ഷൻ എന്താവുള്ളൂ? അനാലിറ്റിക് ആയിട്ട് വരുള്ളൂ. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാലേ നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ, അതേപോലെ ഇവിടുത്തെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്? പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് x-2 ഹോൾ സ്ക്വയർ, അതായത് എലിപ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. y-5 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 is equal to 1. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു എലിപ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്താണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. വിച്ച് ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇനി നമുക്ക് എന്ത് നോക്കാം? ഇനി വെൻ z is equal to 0, z 0 ആവുന്ന സമയത്ത് x 0 y 0, and so നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആൻഡ് സോ മോഡുലസ് ഓഫ് x-2 ഹോൾ സ്ക്വയർ പ്ലസ് y-5 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 is equal to ഇവിടെ എന്ത് വരും? -2 ഹോൾ ക്യൂബ് പ്ലസ് അതായത് എക്സും 0 വൈയും 0 കൊടുക്കുക. അപ്പോൾ -2 ക്യൂബ് -2 ക്യൂബ് മൈനസ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ -2 സ്ക്വയർ പ്ലസ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-2 ഹോൾ സ്ക്വയർ പ്ലസ് y-5 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4, അതായത് എലിപ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അപ്പോൾ എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വാല്യൂ -2 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പം ഈ ഒരു എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം x-2 ഹോൾ സ്ക്വയർ പ്ലസ് y-5 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് എലിപ്സിൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 41 ഡിവൈഡഡ് ബൈ 4 ആണ്, വിച്ച് ഈസ് എന്താണ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോഡ് z ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിൻ്റെ പുറത്താണ് വരുന്നത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദി പോയിന്റ് z ഈക്വൽ ടു 0 ലൈസ് ഔട്ട്സൈഡ് ദി എലിപ്സ്, ഹെൻസ് f of z ഈസ് അനാലിറ്റിക്. അപ്പോൾ 1/4 ഗ്രേറ്റർ ദാൻ 1 ആണ്. ദി പോയിന്റ് z ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പോയിന്റ് z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് z ഈക്വൽ ടു 0 ലൈ ഔട്ട്സൈഡ് ദി എലിപ്സിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് f of z ഈസ് അനാലിറ്റിക്. Okay, hence f of z is analytic within and on the simple closed contour. Simple closed contour. See, അപ്പോൾ നമുക്ക് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഷി-ഗോസാറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് സോ ബൈ കോഷി-ഗോസാറ്റ് തിയറം, ജി ആണ്, ജി ക്യാപിറ്റൽ, കോഷി-ഗോസാറ്റ് തിയറം പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ഓവർ സി 1/z² dz എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. ഇന്റഗ്രൽ ഓവർ സി f of z dz അല്ല വരുന്നത്, അതെന്തായിട്ടാണ് വരിക, 0 ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം ആണ് വരുന്നത്. അതായത് given the flow f of z where c is the vertex, എന്നിട്ട് ഇത് ഈ തിയറം പറഞ്ഞിട്ട് പറയാം. അതായത് ഇവിടെ നെക്സ്റ്റ് ഒരു തിയറം എന്ന് പറയുന്നത് കോഷി-ഗോസാറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻസ്. ഇതുവരെ നമ്മൾ എന്താണ് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അതായത് ഹോൾസ് ഒന്നും ഇല്ലാത്ത ഒരു ഡൊമൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലെ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷി-ഗോസാറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് C1, C2, etc. Cn are simple closed curves with a positive orientation such that C1, C2, etc. Cn are interior to C, but the regions interior to each feature have no points in common if f is analytic on each contour. ഒന്നുമില്ല, നമ്മൾ C1, C2, etc. എന്ന് പറയുന്നത് ഓരോ കോണ്ടൂറിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല, കോമൺ പോയിന്റ്സും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ കോഷി-ഗോസാറ്റ് തിയറത്തിലെ ആദ്യത്തെ തിയറത്തിലെ കണ്ടീഷനും എന്ത് തന്നെയായിരുന്നു, എഫ് എന്തായിരിക്കണം, അനാലിറ്റിക് ആയിരിക്കണം. എൻ്റയർ പോയിന്റ്സിൽ എഫ് അനാലിറ്റിക് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എഫ് അനാലിറ്റിക് ആണെങ്കിൽ ഓൺ ഈച്ച് കോണ്ടൂർ, ഓരോ കോണ്ടൂറിലും എഫ് അനാലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് സമ്മേഷൻ k is equal to 0 to n ഇന്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് വരുന്നത്. അതായത് ഓരോ സിമ്പിൾ ക്ലോസ്ഡ് കേർവ്സും നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അതാണ് നമുക്ക് ഇത് വരിക ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് സിഗ്മ k is equal to 0 to ഇന്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് വരുന്നത്. ഇനി അതിൻ്റെ ഒരു കൊറോളറി ആയിട്ടാണ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ് അതെന്താ പറഞ്ഞത്, സിയും C1ഉം denote two positively oriented simple closed contour where C1 is interior to C. C1 എന്താണ്, നമ്മൾ സിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക, interior to C. If function f analytic ആണെങ്കിൽ in the closed region consist of these contours and all points between them, then integral over C f of z dz എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഓൾ.